ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബൂന്തിയുടെ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കി വെച്ചാൽ ഒരുപാട് ദിവസം കേടാവാതെ വെക്കാനൊക്കെ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ സാധനങ്ങൾ മതി നമുക്കിത് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെങ്ങനെയെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഗ്ലാസ് കടലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിന് അളന്നിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഇനി ഒരു പാത്രത്തിന് അളക്കുക അല്ലെങ്കിൽ ഒരു കപ്പിന് അളക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഗ്ലാസ് പൊടിക്ക് നമുക്ക് 3/4 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്ലാസ് നമ്മളവിടെ മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. സോഡാപ്പൊടിയാണ് കേട്ടോ, അപ്പക്കാരാണ്. ഇനി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ആ ഒരു മഞ്ഞ കളറിന് വേണ്ടി മാത്രമാണ്. ഇനി നമുക്കിതിലേക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കണം. ഒരു 3/4 ഗ്ലാസ് വെള്ളമാണ് നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നത്. വെള്ളം ഒരിക്കലും കൂടിപ്പോകരുത്. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കുക. നമ്മൾ മുഴുവനായിട്ട് ഒഴിച്ചിട്ട് കലക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടയായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കലക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കലക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ടുള്ള നല്ലൊരു ബാറ്റർ കിട്ടും. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സിയിലിട്ട് അടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ മിക്സി ഒക്കെ കഴുകണം ആ ഒരു പണിയൊക്കെ നമുക്ക് കുറഞ്ഞിട്ട് ഇതുപോലെ തന്നെ കലക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ഒരു ചട്ടിയിൽ നന്നായിട്ട് എണ്ണ ചൂടാക്കി വെക്കുക. ഇതുപോലത്തുള്ള കോരി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ ഈ ഹോളുള്ള ഈ ഒരു കോരി എണ്ണ എടുക്കുക. അപ്പോൾ ഇതിനായിട്ടുള്ള ഒരു ഇതുണ്ട് കേട്ടോ. പക്ഷെ എല്ലാവരുടെ വീട്ടിലൊന്നും ഉണ്ടാവില്ലല്ലോ, നമ്മളൊന്നും എപ്പോഴും ഉണ്ടാക്കാറില്ലല്ലോ. അപ്പോൾ ഈ ഒരു കോരിയിൽ നമ്മൾ ഈ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ടാവും ഓയിലിലേക്ക് ആ ഒരു മാവ് വീഴുക കേട്ടോ. അപ്പോൾ അതിങ്ങനെ ബോൾസായിട്ട് വന്നോളും. അപ്പം എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ടാവണം. നല്ല പോലെ ചൂടാക്കിയതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഒരുപാട് ഓയിലിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. കുറേ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കട്ടിയായിട്ട് പോവും. അപ്പോൾ ഒരു ചട്ടി മുഴുവൻ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരേ സമയം തന്നെ കുറേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ആയ സമയത്ത് തന്നെ നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം. അപ്പോൾ കുറച്ച് മാവ് ആ കോരിമെന്ന് വീണാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് വലിയതായിട്ടൊക്കെ വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കോരി മാറ്റിയാൽ മതി. അപ്പോൾ ഈ ബൂന്തി ഉണ്ടാക്കാനായിട്ടൊരു തവി ഉണ്ട് കേട്ടോ, അങ്ങനെ ഹോളുള്ള. അപ്പോൾ നോർത്ത് ഇന്ത്യൻസൊക്കെ അങ്ങനെ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ സാധാരണ ഇതുപോലത്തുള്ള ഓട്ടക്കോരിയിൽ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ല കറക്റ്റായിട്ടുള്ള ബോൾസായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാവ് വെള്ളമൊക്കെ നന്നായിട്ട് പാകത്തിന് ഈ ഒരു അളവ് തന്നെ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. എണ്ണയൊക്കെ കുടിക്കാതെ തന്നെ നല്ല പോലെ കിട്ടും. വളരെ കുറഞ്ഞ സമയം മതി വേവിച്ചെടുക്കാൻ. ഒരുപാട് സമയം ഇട്ടിട്ട് മൊരിച്ചെടുക്കരുത്. കുറച്ച് സമയം ഒന്ന് ഒരുപാട് അങ്ങോട്ട് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിത് ഓയിലിന് കോരി മാറ്റാം. അപ്പോൾ ഓരോ കോരിക്കനുസരിച്ച് ചെറിയ ഹോളുള്ള കോരിയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഇതായിട്ടുള്ള ബൂന്തിയായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്താൽ മതി. ടേസ്റ്റൊക്കെ ഒരുപോലെ തന്നെ ആയിരിക്കും, പക്ഷേ കാണുമ്പോൾ ആ ഒരു ഭംഗിയാണ് കേട്ടോ. ചെറുതും വലുതും അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള മാവ് നമുക്കിതുപോലെ കോരി ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി കൊടുത്താൽ മതി കേട്ടോ. മാവ് നമ്മൾ കോരിയിലേക്ക് ഒഴിച്ചിട്ട് ഒന്നങ്ങോട്ട് തട്ടി കൊടുക്കുക, അത്രയേ ഉള്ളൂ. ആ ഒരു സമയത്ത് തന്നെ ഒന്നങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു 2-3 പ്രാവശ്യം അത്രയേ ഉള്ളൂ. കുറച്ച് സമയം മതി നമുക്ക്. അപ്പോൾ തന്നെ അത് ഫ്രൈ ആയിട്ട് വരും. എന്താ വെച്ചാൽ കുഞ്ഞു ബോൾസ് അല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. പിന്നെ നമ്മൾ സോഡാപ്പൊടി ചേർക്കുന്നുണ്ട് ഇതിൽ, അതുകൊണ്ട് തന്നെ എണ്ണയൊന്നും കുടിക്കൂല, നല്ല മൊരിഞ്ഞിട്ട് തന്നെ ആവും നമുക്ക് കിട്ടുക. അപ്പോൾ ബാക്കിയുള്ള എല്ലാ മാവും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഓയിലൊക്കെ ആ ഒരു ടിഷ്യൂവിൽ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഓയിലൊക്കെ ഒട്ടില്ലാതെ തന്നെ നമുക്ക് ബൂന്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് സാധാരണ വാങ്ങിക്കാറുള്ളത് അല്ലേ, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കപ്പ് അളവല്ലാന്നുണ്ടെങ്കിൽ 3/4 ഗ്ലാസ്സിന് അളന്നെടുത്താൽ മതി. ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ 3/4 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് വെള്ളം ചേർത്താൽ മതി കേട്ടോ. അത് കറക്റ്റ് അളവിൽ തന്നെ വെള്ളം വെക്കേണ്ട ആവശ്യമില്ല. 1/4 കപ്പ് കുറച്ചിട്ട് വെള്ളം വെക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കൊന്ന്
പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് പതഞ്ഞ് വരണം. ഈ ഒരു സിറപ്പ് നമ്മൾ പറയില്ലേ ഒരു നൂൽ പരുവെന്ന് പറയില്ലേ, ആ ഒരു പാകത്തിനായി കിട്ടണം. ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബൂന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല പോലെ ഒന്ന് പതഞ്ഞ് വരണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഈ ഒരു ബൂന്തിയിലേക്ക് ആ ഒരു ഷുഗർ സിറപ്പ് കോട്ടായിട്ട് കിട്ടൂല. അപ്പോൾ നമ്മൾ ബൂന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുപ്പ് ഓഫാക്കാണ്ട് തന്നെ നിങ്ങളിത് ചെയ്യണം കേട്ടോ. അടുപ്പ് ഓഫാക്കാണ്ടത് തന്നെ നല്ല പോലെ ഒരു 2 മിനിറ്റ് ഒന്ന് നമ്മൾ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സ്റ്റൗ ഓഫാക്കുക. അപ്പോൾ ബൂന്തിയുടെ എല്ലാ ഭാഗത്തേക്കും ഷുഗർ സിറപ്പ് ആവുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നന്നായിട്ട് വറുത്തിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് ഇല്ലാത്ത കാരണം മുന്തിരി മാത്രം ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തണുക്കാനായിട്ട് ഒരു മണിക്കൂറെങ്കിലും ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക. നന്നായിട്ട് തണുക്കുമ്പോഴാണ് ശരിക്കും ബൂന്തിയിലെ ആ ഓരോ മണിയിലും നന്നായിട്ട് പഞ്ചസാരയുടെ ആ ഒരു കോട്ടിങ് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ക്രിസ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. 1 മണിക്കൂറിന് ശേഷമാണ് നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം കേടാവാണ്ടിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് പല കളറിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ മാവിൽ കുറച്ച് കളറൊക്കെ ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് കളർഫുള്ളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ കളറൊന്നും ചേർക്കണം അത്ര ഹെൽത്തി അല്ലാത്ത കാരണം ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.